ഗവൺമെന്റ് ആശുപത്രികളിലും ക്ഷയരോഗ വിഭാഗം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വരുന്ന ആളുകൾക്ക് 30 to 90 days കൊണ്ട് പഴയകാല രോഗങ്ങളായ ക്ഷയം മാറുന്നുണ്ട്. രോഗങ്ങളായ മഞ്ഞപ്പിത്തമൊക്കെ ഇന്നും പിടിപെടുന്നുണ്ട്, അത് മാറുന്നു. ഇനി നമുക്ക് പുതിയ കാല രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ രോഗങ്ങൾ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും രോഗം എന്നാണോ വിളിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും ആലോചിക്കണം. കാരണം സാധാരണ രോഗാണുക്കൾ മൂലം വരുന്ന രോഗത്തെ നമ്മൾ ഡിസീസ് എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് കാണുന്ന 200ഓളം അല്ലെങ്കിൽ 250ഓളം പ്രശ്നങ്ങൾ, ഞാൻ രോഗങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തകരാറുകൾ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് എന്നുള്ളത്. അപ്പൊ പഴയ കാലത്ത് നമ്മൾ രോഗാണു സമം രോഗം, അത് ഡിസീസ് എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന രോഗങ്ങളുടെ എണ്ണം 200ന് മേലെ 250 അടുത്തുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളിതിനെ രോഗം എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഇന്ന് രോഗങ്ങൾ വരാൻ കാരണം രോഗാണുക്കളല്ല, നമ്മുടെ ജീവിതശൈലിയിലെ 8 കാരണങ്ങളാണ് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ കാരണം. ക്യാൻസർ, ഡയബറ്റീസ്, BP, ആർത്രൈറ്റിസ്, അൾഷൈമേഴ്സ്, പാർക്കിൻസോണിസം, വേരിക്കോസ് വെയിൻ, മൈഗ്രെയിൻ, സ്കിൻ ഡിസീസ് പോലുള്ള 250ഓളം പ്രശ്നങ്ങൾ. മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് ഡിസീസിന് വ്യക്തമാണ് മെഡിസിൻ. അത് മാറാനുള്ള വഴി മെഡിസിൻ, വരാനുള്ള കാരണം രോഗാണുക്കളായ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസ്. ഇതാണ് പഴയകാല രോഗങ്ങൾ വരാനുള്ള കാരണം. അതിനെ നമ്മൾ ഡിസീസ് എന്ന് വിളിച്ചു. പക്ഷെ ഇന്നും ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് ഇന്നത്തെ രോഗങ്ങൾ വിളിക്കുന്നത്. പക്ഷെ ശരിക്കും ആ പേര് നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇന്ന് കാണുന്ന 250ഓളം പ്രശ്നങ്ങൾക്ക് കാരണം ഒരിക്കലും രോഗാണുക്കളെ അല്ല, ബാക്ടീരിയ അല്ല, വൈറസ് അല്ല, ഫംഗസ് അല്ല. അപ്പൊ ഈ തരത്തിലുള്ള രോഗാണുക്കളല്ലാത്തൊരു പ്രശ്നത്തിന് നമ്മൾ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും രോഗം മാറുന്നില്ല. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ കാണുന്ന നീണ്ട നിര അല്ലെങ്കിൽ ആശുപത്രികളുടെ വർധനവ്. നമുക്കറിയാം, പണ്ട് നമ്മുടെ നാടുകളിൽ സർക്കാർ ആശുപത്രികൾ മാത്രമേ ഉണ്ടായിരുന്നു. അതും സാധാരണ ഒരു കെട്ടിടം, ഒരു ഓടിട്ട കെട്ടിടം. അവിടെ രാവിലെ 8 മുതൽ ഉച്ച 2 വരെ ഒരു MBBS ഡോക്ടർ. അവിടെ വരുന്ന രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് അവർ നിർദ്ദേശിക്കപ്പെടുന്നു. ആ മരുന്ന് അവർ വീണ്ടും ക്യൂ നിന്ന് വാങ്ങുന്നു, മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നു. ചിലപ്പോൾ 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ മരുന്ന് വാങ്ങി ആളുകൾക്ക് രോഗം മാറിയിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന രോഗങ്ങൾക്ക് 5 സ്റ്റാറും 7 സ്റ്റാറും സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെ ഉണ്ടായിട്ടും ആരുടെയും രോഗങ്ങൾ ആർക്കും മാറ്റാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ല, എല്ലാവരും കൈമലർത്തുകയാണ്. പക്ഷെ എന്ത് തന്നെയായാലും രോഗം വന്ന ആളുകൾ ചികിത്സിക്കുന്നുണ്ട്, ലക്ഷങ്ങളും ചിലപ്പോൾ അതിന്റെ മേലെയും ചെലവാക്കിയിട്ട് ആളുകൾ ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ രോഗം മാറുന്നില്ല. എന്താണെന്ന് കാരണം ആർക്കും അറിയില്ല, ആർക്കും അറിയണ്ട, ആരും ചോദിക്കുന്നുമില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇന്ന് കാണുന്ന രോഗങ്ങൾക്ക് നമ്മൾ നിലവിൽ ചെയ്യുന്ന ചികിത്സ ശരിക്കും കൃത്യമാണോ അല്ലെങ്കിൽ തൃപ്തികരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് ക്യാൻസറും പ്രമേഹം, ഡയബറ്റിസ്, അതുപോലെ നമ്മുടെ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അത് മാറാത്തത്. അപ്പൊ ആ തരത്തിലുള്ള ഡിസോർഡേഴ്സ് ഇന്ന് വളരെയധികം കുമിഞ്ഞുകൂടുന്നു, അല്ലെങ്കിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ആശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരു കുറവുമില്ല. എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വളരെ അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആളുകൾക്ക് രോഗം മാറുന്നില്ല. അങ്ങനെ നമ്മൾ പറയുന്ന കൂട്ടത്തിലുള്ള കുറേ രോഗങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു: ഡയബറ്റീസ്, ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ. അതിന്റെ കൂട്ടത്തിലൊരു പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ. വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം ശരിക്കും കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അത് അനുഭവിക്കുന്ന ആൾ വളരെ വലിയ രീതിയിൽ അനുഭവിക്കുന്ന ഒന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമ്മൾ ഇന്ന് ഒരു ടോപ്പിക്കായിട്ട് എടുക്കുമ്പോൾ അതിന് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ് കാര്യം. ഇനി ആദ്യമേ പറയാം, ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ന്യൂട്രീഷൻ ആൻഡ് വെൽനസ് എന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു വെൽവിഷേഴ്സ് ആയിട്ട് ആളുകളോ അല്ലെങ്കിൽ അതിനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉള്ളവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പറയുന്നത്, ശരിക്കും വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നൊരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥ മാത്രമാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാലിലാണ്. നമ്മുടെ കാലിന്റെ മുട്ടിന്റെ താഴെയായിട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ചില ആളുകൾക്ക് തടിയുള്ള കാലുകളൊക്കെ ആണെങ്കിൽ അത് പ്രകടമായിട്ട് കാണാറില്ല. ചില ആളുകൾക്ക് കാൽപാദത്തിന് കറുപ്പുകളും അതുപോലെ മരവിപ്പും ചിലപ്പോൾ പൊട്ടിയിട്ട് ഒലിക്കുന്ന അവസ്ഥയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും പൊതുവെ കാണുന്നത് കാലിന്റെ മുട്ടിന് താഴെയാണെങ്കിലും ഈ വെരിക്കോസ് എന്ന് പറയുന്ന പ്രശ്നം പല ഭാഗങ്ങളിലും ഉണ്ടാവാറുണ്ടെന്നാണ് സത്യം. നമ്മുടെ വൃഷണത്തിന്റെ ഭാഗത്തായിക്കോട്ടെ, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശാരീരിക അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രകടമായിട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലോ മനസ്സിലാകാതെയോ ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും
പ്രകടമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രീതിയിൽ കാണുന്നത് കാൽമുട്ടിന്റെ താഴെയായിട്ടാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ല തരിപ്പ് അനുഭവപ്പെടാം, കടച്ചിൽ അനുഭവപ്പെടാം, കാലിന് നീർക്കെട്ടുണ്ടാവാം, അതുപോലെ ചിലപ്പോൾ അത് പൊട്ടിയിട്ട് ചോര ചീറ്റുന്ന അവസ്ഥ വരെ, നമ്മുടെ ചുമരുകളിലൊക്കെ രക്തം ചീറ്റി വരുന്നൊരവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ അത് പൊട്ടിയൊലിക്കുന്ന അവസ്ഥ കാണാറുണ്ട്. രണ്ട് കാലുകളും വെരിക്കോസ് വെയിൻ പിടിപെട്ടിട്ട് കറുത്ത് എന്താ പറയുക, കരി പോലെ തോന്നുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനി എന്താണ് ഈ അസുഖം എന്നാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. എന്താണ് ഈ അസുഖം? ശരിക്കും നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ കാലിന്റെ ഭാഗത്തേക്ക് എത്തുന്ന ബ്ലഡ് തിരിച്ച് അതിനെ അവിടുന്ന് വരുന്ന ബ്ലഡ് ശുദ്ധരക്തമാണ്. നമ്മൾ ഇവിടുന്ന് ശരീരത്തിനകത്തുനിന്ന് പ്രവർത്തനം കഴിഞ്ഞ് ഹൃദയത്തിലേക്ക് കടത്തി വിടുന്നത് അശുദ്ധ രക്തമാണ്. ഈ അശുദ്ധ രക്തം തിരിച്ചു പോകാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഒരുതരം ബ്ലോക്ക് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുക, തിരിച്ചു പോകാൻ സാധിക്കാതെ അവിടെ വരുന്ന നീർക്കെട്ടുകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് വേരിക്കോസ് വെയിൻ. അപ്പൊ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ്? ഒന്നുകിൽ ശരീരത്തിന് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. അതായത് ഇപ്പം ഉദാഹരണം, ഇത് പിടിപെടുന്ന ആളുകളിൽ കൂടുതലും നിന്ന് ജോലി നടത്തിയാണ് കണ്ടുവരുന്നത്. ബസ് കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ട്രാഫിക് പോലീസ്, അതുപോലെ ബാർബർമാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നത്. എങ്കിലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും കാണാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകളും കണ്ടുവരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഈ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ബ്ലഡിനകത്ത് ബ്ലഡ്, അശുദ്ധമായ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് പോകാൻ പറ്റാതെ നമ്മുടെ നരമ്പുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ പരിചരണം നമ്മുടെ ശരീരത്തിന് നൽകിയാൽ പൂർണ്ണമായും മാറ്റാൻ പറ്റും. ഇത് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് കൂടുതലും. 80% സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. ഒരു 20% ആണ് പുരുഷന്മാരിൽ കണ്ടുവരുന്നുള്ളൂ. ഇനി പുരുഷന്മാരിൽ ഇത് വന്നു കഴിഞ്ഞാൽ പുകവലിയുള്ള ആളുകളാണെങ്കിൽ അത് വളരെ കൂടുന്നതായിട്ടും മാറാതിരിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. സ്ത്രീകളിൽ കൂടുതലും കണ്ടുവരുന്നത് വണ്ണം കൂടുതലുള്ള സ്ത്രീകൾക്ക് കണ്ടുവരാറുണ്ട് സാധാരണ. എന്ന് വെച്ചാൽ വണ്ണം കുറഞ്ഞ മെലിഞ്ഞ സ്ത്രീകൾക്കും കാണാറുണ്ട്. ചിലപ്പോൾ സ്ത്രീകളിൽ ഇത് കണ്ടുവരുന്ന കാരണം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ്, ഹോർമോണിന്റെ ചില വേരിയേഷൻ കാരണവും സ്ത്രീകൾക്ക് ഇത് കാണാറുണ്ട്. ചില സ്ത്രീകളിൽ ഗർഭസമയത്ത് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില സ്ത്രീകൾ പ്രസവം കഴിഞ്ഞാൽ ഇത് മാറുന്നതായിട്ടും കാണാറുണ്ട്. ചില ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചില കൃത്രിമ ചികിത്സകളൊക്കെ നമ്മൾ കേട്ട് പരിചയമുണ്ട്. അല്ലെങ്കിൽ ചില താൽക്കാലിക ചികിത്സകളൊക്കെ ഇതിനകത്ത് പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ചികിത്സകളും പൊതുവെ ഇതിനു വേണ്ടി ചെയ്യുന്നതായിട്ട് അറിയാം. പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറാറില്ല. പക്ഷേ ശരിയായ ചികിത്സകൾ കൃത്യമായ തരത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം ചെയ്യുമ്പോഴാണ് ഇതിന് കൃത്യമായ അത് മാറാനുള്ള വഴിയിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. പൊതുവെ പറയാറുണ്ട്, ഈ ചികിത്സ, ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജറിയാണ് ആദ്യം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് മരുന്ന് ചികിത്സ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. ലേസർ പോലുള്ള, അതുപോലെ സ്ക്ലീറോ പോലുള്ള ചികിത്സകളൊക്കെ നമുക്ക് പൊതുവെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഒരു പൂർണ്ണ പരിഹാരമാണോ എന്ന് വെച്ചാൽ അല്ല. താൽക്കാലികമായിട്ടുള്ള വേദന, ബുദ്ധിമുട്ടുകൾ, മരവിപ്പ്, കടച്ചിൽ, അതൊക്കെ ഒഴിവാക്കിയെടുക്കാൻ കുറച്ച് നാളത്തേക്ക് സഹായിക്കുമെന്ന് മാത്രം. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായ പരിചരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിന് നൽകണം. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ ഉടമ അല്ലെങ്കിൽ അതിന്റെ അവകാശി നമ്മൾ മാത്രമാണ്, വേറെ ആരുമല്ല എന്ന ബോധ്യം ഓരോരാൾക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെ വേറൊരാളുടെ മുമ്പിലേക്ക് അടിയറവ് വെക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ശരീരത്തെ വെച്ച് അവർ കളിക്കുന്നത്, ആരോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തെ വെച്ച് കളിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ പരിപാലിക്കുക, സ്നേഹിക്കുക, പറ്റുമെങ്കിൽ ബഹുമാനിക്കുക. അങ്ങനെ നമ്മൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൃത്യമായിട്ട് സ്നേഹിക്കുക, പരിപാലിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന പലതരം ശാരീരിക പ്രശ്നങ്ങളാണ് ക്യാൻസറും, ഡയബറ്റീസും, BP-യും, ആർത്രൈറ്റിസും, അൽഷിമേഴ്സും ഒക്കെ. ആ കൂട്ടത്തിൽ തന്നെ പറയുന്ന ഒരു പേരാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ പലതരം ജീവിതശൈലിയാണ് അവിടെ ശരിയാക്കാനുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കാര്യമാണ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കാൽത്തണ്ട. അതായത് കാഫ് മസിൽ എന്ന് പറയും. നമ്മുടെ കാലിന്റെ മുട്ടിന് താഴെ കാണുന്ന ആ ഒരു വീതി കൂടിയ ഭാഗത്തെ മസിൽ, അത് നമ്മുടെ രണ്ടാം ഹൃദയം അല്ലെങ്കിൽ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് ആ ഭാഗത്തിന്. ഒരു മനുഷ്യൻ മരിക്കും മുമ്പേ മരിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗം, നമ്മുടെ കാൽത്തണ്ട, തണ്ടയുടെ ഭാഗം.
അതായത് നമ്മൾ അവിടെ തൊട്ടാണ് മരിച്ചു തുടങ്ങുന്നതാണ് ആൾക്കാർ പറയാം, പൊതുവെ എക്സ്പെർട്സ് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാൽ തണ്ട അല്ലെങ്കിൽ കാഫ് മസിൽ എത്ര ആരോഗ്യത്തിലെത്തിക്കുകയും നന്നായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെയും ഹാർട്ടിനെയും ഒപ്പം നമ്മുടെ വേരിക്കോസിനെയും ഹെൽത്തി ആക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ എന്ത് വേണം, നമ്മളൊരു സ്റ്റെപ്പിന്റെ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് കാലിന്റെ പകുതി, കാലിന്റെ മുൻഭാഗത്തെ പകുതി മാത്രം സ്റ്റെപ്പിൽ തട്ടിച്ചുകൊണ്ട് ബാക്കി ഭാഗം പുറം ഭാഗത്തേക്ക് തള്ളി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന മുകളിലേക്കും താഴേക്കും ചെയ്യുന്ന ഒരു എക്സസൈസ് എല്ലാവർക്കും മനസ്സിൽ വിചാരിക്കുന്നു അത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് കാലിന്റെ വിരലിന്റെ ഭാഗവും തൊട്ട് പിന്നിലുള്ള ഭാഗവും മാത്രം നമ്മൾ കാലിന്റെ സ്റ്റെപ്പിലേക്ക് വെച്ചിട്ട് ആ ഭാഗം ബാക്കി വരുന്ന ഭാഗം താഴോട്ടും മേലോട്ടും ഉയർത്തുന്ന ഒരു എക്സസൈസ്. അത് സ്റ്റെപ്പിൽ മേലെ കയറുന്നില്ലെങ്കിൽ നമ്മൾ നിലത്ത് നിന്നാലും മതി. പക്ഷെ നിലത്ത് നിൽക്കുമ്പോൾ പ്രശ്നം, എവിടെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ടി വരും. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഒരു ദിവസം ഒരു 50 തവണയെങ്കിലും ആ തരത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ വേരിക്കോസ് വരുന്ന പ്രശ്നത്തിന്റെ കാഠിന്യം കുറക്കാനും അത് വരാതിരിക്കാനും ഒപ്പം നമ്മളെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഹാഫ് മസിലിനെ നമുക്കൊന്ന് ഹെൽത്തി ആക്കാനും സഹായിക്കുന്നുണ്ടാവും. മാത്രമല്ല വേരിക്കോസ് വെയിനുള്ള ആളുകൾക്ക് അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ആ അശുദ്ധ രക്തത്തെ തിരിച്ച് ബ്ലഡിലേക്ക് എത്തിക്കാനുള്ളൊരു നല്ലൊരു വഴിയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈക്കിൾ അറിയുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ള ആളുകളാണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്നത് നമ്മുടെ കാഫ് മസിലിനെ ഹെൽത്തി ആക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പൊ ദിവസം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമുക്ക് സൈക്ലിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നീന്തലും നല്ലൊരു വ്യായാമമാണ് വേരിക്കോസ് വെയിനുള്ള ആളുകൾക്ക്. അതുപോലെ എയറോബിക്സ് പോലുള്ള നല്ല മാർഗങ്ങൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എയറോബിക്സ് സൗജന്യമായിട്ട് ഒരു തരത്തിലുള്ള ഫീയും ഈടാക്കാതെ നമ്മുടെ ഈ ടീം തന്നെ ചെയ്യുന്നുണ്ട്. യാതൊരു ഫോർമാലിറ്റീസും ഇല്ലാതെ. അതിന്റെ ലിങ്ക് ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, നിങ്ങളെ ആരാണ് ക്ഷണിച്ചത്. ആ ഒരു എയറോബിക്സിന്റെ എക്സസൈസ് ദിവസവും നമ്മളത് ചെയ്യുന്നത് കൊണ്ട് അതും നല്ലൊരു വഴിയാണ്. യോഗ, നല്ലൊരു യോഗ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശപ്രകാരം യോഗ പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് യോഗയിലൂടെയും വെരിക്കോസ് വെയിന്റെ കാഠിന്യം കുറക്കാനും അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇരുന്നിട്ട് കാല് ഉയർത്തുക, ഒരു കാല് ഉയർത്തുക, എന്നിട്ട് കാലിന്റെ പാദം മാത്രം ചുഴറ്റുക, രണ്ട് സൈഡിലേക്ക് ഇടത്തോട്ടും വലത്തോട്ടും ചുഴറ്റുക. അത് രണ്ട് കാലും ഒരു ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ഒരു 10 20 തവണ ചെയ്യുമ്പോൾ ഈ വെരിക്കോസ് വെയിന്റെ കാഠിന്യം, വേദനയുടെ കാഠിന്യം കുറക്കാനും അസുഖത്തിന്റെ കാഠിന്യം കുറക്കാനും അത് സഹായിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം. ശരിക്കും റീഹീറ്റഡ് ഫുഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയം അല്ലെങ്കിൽ വലിയൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. വീണ്ടും വീണ്ടും ചൂടാക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, അത് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നതിന് സമമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നേരിട്ട് നമ്മൾക്ക് വിഷം നൽകുന്നു എന്നതിന് സമമാണ് നമ്മൾ റീഹീറ്റഡ് ഫുഡ് കഴിക്കുന്നത് ഒരു കാര്യം. അതുകൊണ്ട് ഒരിക്കലും ഭക്ഷണ പദാർത്ഥം ഒരിക്കലും ഉണ്ടാക്കി നമ്മൾ കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കുന്ന രീതിയോ ഫ്രിഡ്ജിൽ വെക്കാതെ ചൂടാക്കുന്ന രീതിയോ ഒരിക്കലും പാടില്ല. നമുക്ക് ഒരിക്കലും റീഹീറ്റഡ് ഫുഡ് എന്നുള്ള കോൺസെപ്റ്റ് വേണ്ട. അതൊരിക്കലും ശരീരത്തിന് ഒരു അവയവത്തിനും നല്ലതല്ല. ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതുകൊണ്ട് വളരെയേറെ വിഷമിക്കുന്നു. നമുക്ക് ആയുസ് കുറയാനുള്ള വഴിയിലേക്ക് നമ്മുടെ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നു. റീഹീറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും മധുരം നേരിട്ട് കഴിക്കുന്ന രീതി, പ്രത്യേകിച്ച് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന രീതി നമ്മൾ ഒഴിവാക്കിയെടുക്കുക തന്നെ വേണം. കാരണം പഞ്ചസാര എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോയിസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചസാരയാണ്. അത്രയും മാരകമായൊരു പഞ്ചസാര നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മാരക രോഗങ്ങൾ വരാതിരിക്കാനും വന്ന രോഗങ്ങളെ മാറ്റാനും സഹായിക്കും. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ പഞ്ചസാരയെ ആദ്യം തന്നെ മാറ്റി നിർത്തുക. അത്രയും അപകടകാരിയാണ് പഞ്ചസാര. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് മാത്രം നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ പല ആളുകൾക്കും ഉപ്പ് വളരെയേറെ ആവശ്യമാണെന്ന് അവർക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് ഉപ്പിന്റെ അളവ് കൂട്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒരിക്കലും പാടില്ല. കഴിയുന്നതും കല്ലുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക, ആവശ്യത്തിന് മാത്രം. അതുപോലെ തന്നെ റെഫ്രിജറേഷൻ എന്ന് പറയുന്നൊരു കാര്യം നമുക്കറിയാം, ഇന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. വളരെയേറെ സന്തോഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നുള്ളത് പല ആളുകൾക്കും. ഇതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ, പിന്നെ അവിടെ സേഫ് ആണല്ലോ എന്നൊരു ധാരണയാണ് പല ആളുകൾക്കും. പല വീടിലും ഡബിൾ ഡെക്കറാണ് ഇന്ന് ഫ്രിഡ്ജ്, അല്ലെ? 2 ഡോറൊക്കെ ഉള്ള, 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 2 ഡോറ് മേലെയും താഴെയുള്ള നല്ല വർണ്ണങ്ങളുള്ള ഫ്രിഡ്ജാണ് ആളുകൾ വാങ്ങുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഓരോ വീടുകളിലെയും ഫ്രിഡ്ജ് ഇന്ന് മോർച്ചറിയായി മാറുകയാണ്. അത്രയും അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഫ്രിഡ്ജ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഫ്രിഡ്ജ് ഒരിക്കലും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
പൂർണ്ണമായും നമ്മൾ ഫ്രിഡ്ജിനെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് വെള്ളത്തിന്റെ അളവ് നമ്മൾ കൃത്യമാക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം തന്നെയാണ്. വെള്ളം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരു പാനീയവുമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ കുടിവെള്ളം അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം, നിങ്ങൾ എന്ത് വെള്ളമാണോ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, ആ വെള്ളം, ശുദ്ധമായ വെള്ളം തന്നെ ദിവസവും ഒരു 3 മുതൽ 4 ലിറ്റർ വരെ കുടിക്കുന്ന ആളുകൾക്ക് വെരിക്കോസ് വെയിന്റെ വേദനയും നീർക്കെട്ടും അതിന്റെ കാഠിന്യം ഒഴിവാകുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ദിവസവും നമ്മൾ ഒരു 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. 3 ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധുര ആ, നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, പേരുകൾ പറയുന്നില്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാവർക്കും അറിയാം. അത് പറയുമ്പോൾ ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിയുന്നതും ഒരു ദിവസം പോലും കഴിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഈ KFC ഒക്കെ വാങ്ങുമ്പോൾ ഒരു കോംബോ ആയിട്ട് പെപ്സിയും അങ്ങനെയുള്ള 7up പോലുള്ളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോംബോ ഒക്കെ നമുക്ക് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ വല്ലപ്പോഴും കഴിക്കേണ്ട ഒരു സംഗതിയിലേക്ക്, ഒരു ആഗ്രഹത്തിന് മാത്രം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ഒരിക്കലും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമുക്ക് വേണ്ട എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. കാരണം അത് നമുക്ക് നമ്മുടെ ആയുസ്സിനെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആയുസ്സിനെ എത്രയും വേഗം കുറക്കാനുള്ള ഒരു ഘടകമാണ്, ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, വെരിക്കോസ് വെയിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ലൊരു കാര്യമാണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. ഗ്രേപ്പ് സീഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, മുന്തിരിക്കുരു. നമ്മൾ മുന്തിരി കഴിക്കുമ്പോൾ അതിന്റെ കുരു അടക്കം ചവച്ചരച്ച് കഴിക്കുക. പല ആൾക്കാരും ഏറ്റവും ദൂരെ തുപ്പുന്ന ഒരു സംഭവമാണ് മുന്തിരിയുടെ കുരു. പക്ഷെ ഇനി അങ്ങോട്ട് മുന്തിരി കഴിക്കുമ്പോൾ മുന്തിരിയുടെ കുരു ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിൽ സാധാരണ കിട്ടുന്ന പച്ചക്കറികളെല്ലാം തന്നെ കഴിക്കുക. എല്ലാ പച്ചക്കറികളും നമ്മുടെ വെരിക്കോസ് വെയിന്റെ പ്രശ്നത്തിന്റെ നീർക്കെട്ട് കുറക്കാനും വേദന കുറക്കാനും സഹായിക്കും. അതുപോലെ എല്ലാ പഴങ്ങളും, പ്രത്യേകിച്ച് നാടൻ പഴങ്ങളും വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾക്ക് ഗുണകരമാണ്. പച്ചിലകൾ, നമ്മൾ ഇന്ന് നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാത്തരം പച്ചിലകളും ഒരു ദിവസം ഒരു പച്ചില എന്നുള്ള രൂപത്തിൽ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും പച്ച റോ ആയിട്ടുള്ള പച്ചക്കറികൾ സാലഡ് രൂപത്തിലോ ഒക്കെ നമ്മൾ കഴിക്കുന്നത് വളരെയേറെ ഗുണകരമാണ്. ധാന്യങ്ങൾ, പൊതുവെ വെരിക്കോസ് വെയിൻ വന്നാൽ ധാന്യങ്ങൾ അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. എങ്കിലും ചില ധാന്യങ്ങളൊക്കെ നമുക്ക് ഗുണകരമാണ്. ചെറുപയർ നല്ലതാണ്. ചെറുപയർ നമുക്ക് വെരിക്കോസിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് കഴിക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് ഫലപ്രദമായിട്ട് വരാറുണ്ട്. അതുപോലെ ചായ, കാപ്പി പോലുള്ള സംഗതികൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചായയും കാപ്പിയും നമ്മൾ വെരിക്കോസ് വെയിനുള്ള പ്രശ്നമുള്ള ആളുകൾക്ക് ദോഷകരമായിട്ട് വരാറുണ്ട്. അമിത മദ്യപാനം അത് ഉറപ്പാണ് നമ്മുടെ വെരിക്കോസിന്റെ പ്രശ്നത്തിന് വളരെയേറെ ദോഷകരമായിട്ട്, നെഗറ്റീവായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുപോലെ ഉറക്കം കുറയുന്ന ആളുകൾ, ചില ആളുകൾക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തതിന്റെ ഭാഗമായിട്ടോ രോഗത്തിന്റെ ഭാഗമായിട്ടോ ഒക്കെ ഉറക്കം കുറയാറുണ്ട്. പക്ഷെ എന്ത് തന്നെയാലും ദിവസം ഒരു 6 to 8 hours. സൗണ്ട് കുറഞ്ഞു. സോറി. ആ, ഓക്കെ ആണോ? താങ്ക് യു. ഓക്കെ. അപ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പല ആളുകൾക്കും അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തവരുണ്ട്. അങ്ങനെ നിർബന്ധമായിട്ടും ഉറക്കം എന്നത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രധാനമാണ്. പക്ഷെ നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു പോയതിനെ കൊണ്ട് ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഉറങ്ങാൻ പറ്റാത്ത ആളുകാർ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കണം. എവിടെ നിന്ന് കണ്ടെത്തും? നിങ്ങൾക്ക് ആരാണോ വളരെ വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങളുടെ വെൽവിഷർ ആയിട്ടുള്ള ഒരാളോട് തുറന്നു പറയാം, ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല എന്ന് പറയാം. പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിങ്ങൾക്ക് ആ ഉറങ്ങാത്തതിന് കാരണം കണ്ടെത്താൻ പറ്റും. ഇനി അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്താണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത കാരണം കണ്ടെത്തി തരാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ ഉറക്കം അത്രയും വലുതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ ഞാൻ തന്നത്. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള വഴി കണ്ടെത്തി തരാൻ പറ്റും. അതിന് എന്തെങ്കിലുമൊക്കെ വഴി ഉറപ്പായിട്ടും തുറന്നു വരുന്നുണ്ടാവും. അത്രയും പ്രധാനമാണ് ഉറക്കം എന്നുള്ളത്. അപ്പോൾ ഉറക്കം ഞാൻ പറഞ്ഞു, വ്യായാമം പറഞ്ഞു, ഭക്ഷണം, വെള്ളം പറഞ്ഞു, അതുപോലെ തന്നെ എക്സസൈസ് പറഞ്ഞു. ഇനി എന്താണ്? ചിന്ത. പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് നെഗറ്റീവ് തോട്ട്സ്, അല്ലേ? എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു രീതി പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് മലയാളീസിന് അത് കുറച്ച് കൂടുതലാണോ എന്ന് സംശയമുണ്ട്. ഞാൻ മലയാളികളെ മാത്രം പറയുന്നതാണെന്ന് വിചാരിക്കരുത്. മലയാളിക്ക് കുറച്ച് നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കൂടുതലാണോ എന്ന് സംശയമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ പോലും ഈ മുതിർന്ന ആൾക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് പറഞ്ഞു തുടങ്ങിയ ഒരു കാലമാണ്.
അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളെ നശിപ്പിക്കും എന്നതിൽ ഒരു സംശയമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹൃദയത്തെയും കിഡ്നിയെയും തലച്ചോറിനെയും നമ്മുടെ ലിവറിനെയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് മാറുകയാണ് ഇന്ന് സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക പിരിമുറുക്കം, അല്ലെങ്കിൽ നമ്മുടെ ചിന്താരീതി. അപ്പോൾ ഉറപ്പായിട്ടും വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സോ അതുപോലുള്ള ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നം രൂക്ഷമാക്കുക തന്നെ ചെയ്യും. അവിടെ വേദന കൂടും, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും, ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാൻ കിടന്ന് നമ്മളിങ്ങനെ കാലിങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും, കാലിന് ഷോക്ക് അടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരിക്കലും നമുക്ക് ഉറക്കം കിട്ടില്ല ആ ഒരു കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഉറങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് എന്ത് വഴിയാണോ അത് നമ്മൾ സ്വീകരിക്കണം. ഉറക്ക ഗുളിക ഉപയോഗിച്ചിട്ടുള്ള വഴിയല്ല പറഞ്ഞത്, നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ തന്നെ തേടണം. ചിലപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് വരുത്തേണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ സമയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള എന്തെങ്കിലും പോയിന്റ് ആയിരിക്കാം. അത് നമ്മൾ കണ്ടെത്തി അതിനുള്ള വഴി നമ്മൾ എന്താ പറയുക ഓപ്പൺ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ഉറക്കവും നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് അനുകൂലമായിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറി നല്ല ആരോഗ്യത്തിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് ഇതിനുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്. നമ്മൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് വെരിക്കോസ് വെയിൻ, ആ പ്രശ്നം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഉത്തരം വേണം നമുക്ക്. ഇപ്പം നിങ്ങൾ പച്ചില കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്, നമുക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള എന്താ പറയുക വേദനകൾ കാരണം നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ ഈ പറഞ്ഞ പോലെ വ്യായാമത്തിന് സാഹചര്യമില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്കൊരു റെമഡി വേണം. ആ റെമഡിയാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. സീറോ ഹാം സയൻസസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഓർഗനൈസേഷൻ നമുക്ക് വേണ്ടി ഇന്ന് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് തരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട്. വെരിക്കോസ് വെയിൻ വന്ന ആളുകൾക്ക് അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു റെമഡി, നാച്ചുറൽ റെമഡി. അതായത് ഇംഗ്ലീഷ് മരുന്നോ അതുപോലുള്ള താൽക്കാലിക മാർഗങ്ങളോ സർജറിയോ ലേസറോ ഒന്നുമല്ല. നമ്മുടെ ഈ പറയുന്ന പ്രശ്നത്തെ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വേരിക്കോസിസ് എന്ന് പറയുന്ന ഒരു ഡയറ്ററി സപ്ലിമെന്റ്. കാരണം നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവനും സപ്ലിമെന്റിന്റെ ഒരു കാലമാണ്, അല്ലെ? പണ്ടൊക്കെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞിട്ടും ഭക്ഷണത്തിൽ പോഷകങ്ങൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ കുറെ ഡോക്ടേഴ്സ്. ഇപ്പോഴും ഡോക്ടേഴ്സിന് അറിയില്ല ഭക്ഷണത്തിനകത്ത് പോഷകങ്ങളില്ല, അതുകൊണ്ട് തന്നെ മരുന്ന് കഴിച്ച രോഗം മാറില്ല. അവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മരുന്ന് പരാജയപ്പെടുമ്പോൾ മുറിച്ചു മാറ്റാനോ ആ തരത്തിലുള്ള വഴികളാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും സാധാരണക്കാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിനകത്തുള്ള പോഷകങ്ങൾ, ആവശ്യമുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിലൂടെ കിട്ടാത്തൊരു കാലഘട്ടം ആയതുകൊണ്ട് ആ ഒരു ആവശ്യമുള്ള പോഷകങ്ങളെ സപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ന് ലോകം മുഴുവനുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്ലേറ്റിന്റെ സൈഡിൽ, ഭക്ഷണത്തിന്റെ സൈഡിലായിട്ട് ചില ടാബ്ലറ്റ്സ് വെച്ചിട്ടുണ്ടാവും. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് മരുന്നോ അല്ലെങ്കിൽ രോഗത്തിനുള്ള മരുന്നുകളോ അല്ല, ചില വിറ്റമിൻ ഡയറ്ററി സപ്ലിമെന്റുകളാണ്. അപ്പൊ ആ സപ്ലിമെന്റിന്റെ ഒരു കാലഘട്ടമാണിത്. ആളുകൾക്ക് രോഗം വന്നാൽ അത് മാറണമെങ്കിൽ മരുന്നല്ല വേണ്ടത്, സർജറി അല്ല വേണ്ടത്, താൽക്കാലിക വഴികളല്ല വേണ്ടത്, പകരം നല്ല ഡയറ്ററി സപ്ലിമെന്റ്സ്. അതാണ് നമുക്ക് സീറോ ഹാം സയൻസസിലൂടെ കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സീറോ ഹാം സയൻസസിന്റെ വേരിക്കോസിസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് കഴിച്ചാൽ നമുക്ക് നമ്മുടെ വെയിൻ വെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അതിന്റെ ആരോഗ്യം മെച്ചപ്പെടും. അതുപോലെ നമ്മുടെ ലെഗിന് വരുന്ന സ്വെല്ലിങ്, നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നല്ല സുഖം നൽകുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹെവിനെസ്. നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഭാരം, ഈ വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും കാല് ഉയർത്താനൊക്കെ പ്രയാസമാണ്. കാല് ഉയർത്താൻ പറ്റില്ല, ഒരു വെയിറ്റ് ആണ്, കനം. അത് ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് വേരിക്കോസിസ്. മൂന്നാമത്തെ കാര്യം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. നമ്മുടെ രക്തോട്ടം കൂട്ടാനും രക്തത്തിന്റെ എന്താ പറയണ്ടേ ഫ്ലോ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ ഒരു വേരിക്കോസിസ് എന്ന് പറയുന്ന ഒരു സൗണ്ട് നമ്മളെ വെയിൻ വോള്, നമ്മുടെ വെയിൻ്റെ വോളിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഈ ഒരു സപ്ലിമെന്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും പ്രധാനം. ഹോസ് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നൊരു ഇൻഗ്രീഡിയന്റ് ഇതിനകത്തുണ്ട്. അത് ശരിക്കും നമ്മൾ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ വെരിക്കോസ് വന്ന ആളുകൾക്ക് അവരുടെ ലെഗിന്റെ സ്വെല്ലിംഗ് കുറക്കുന്നു, ഹെവിനെസ് കുറച്ചു തരുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് അതിനുള്ള ആ ഒരു കാലിന്റെ ഭാഗങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു ഘടകമാണ് ഹോസ് ചെസ്റ്റ്നട്ട് എന്ന് പറയുന്നത്. അതുപോലെ
ഗോട്ടുകോള എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് രണ്ടാമത്തെ. ആ ഒരു കണ്ടന്റിന്റെ പ്രത്യേകത, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിനിന്റെ വാള്, അതുപോലെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഏം, ഇതിന്റെ കാലിന്റെ വെയിൻ, അതിനൊക്കെ വേണ്ടുന്ന ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗോട്ടുകോള. അതുപോലെ ബച്ചേഴ്സ് ബ്രൂ എന്നുള്ളൊരു കണ്ടന്റ് ഉണ്ട്. അത് നമുക്ക് കാലിന്റെ പ്രവർത്തനത്തിനെ ഈസിയാക്കി തരാനും, അതുപോലെ തന്നെ ബ്ലഡിന്റെ ഫ്ലോ സ്മൂത്ത് ആക്കി തരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബച്ചേഴ്സ് ബ്രൂ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, മുന്തിരിക്കുരുവിന്റെ മുന്തിരിക്കുരുവിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്. ശരിക്കും ഈ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു ഘടകമാണ്. ഞാനിപ്പോ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചില സപ്ലിമെന്റ് ഒക്കെ അന്വേഷിക്കുമ്പോൾ ഗ്രേപ്പ് സീഡിന്റെ വില ചോദിക്കുമ്പോൾ 2000-3000 ഒക്കെയാണ് 30 ടാബ്ലറ്റിനൊക്കെ വില. അത്രയും കോസ്റ്റ്ലിയാണ്. അപ്പൊ നമ്മൾ മുന്തിരി വെച്ച് കഴിക്കുക, അതിന്റെ കൂടെ ഈ ഒരു സപ്ലിമെന്റ് കൂടി കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ കണ്ടന്റ് കൂടി എത്തുമ്പോൾ നമ്മുടെ വെരിക്കോസ് വെയിന്റെ എന്താ പറയണ്ടേ, ആരോഗ്യക്കുറവ്, വെരിക്കോസ് വെയിൻ ഉണ്ടാക്കിയ ആരോഗ്യക്കുറവ് മാറ്റി നമുക്ക് നല്ല ആരോഗ്യം നൽകുന്നുണ്ടാവും. ഇനി റുട്ടീൻ എന്ന് പറയുന്നൊരു കണ്ടന്റ് കൂടിയുണ്ട്. അത് സപ്പോർട്ട്സ് വെയിൻ സ്ട്രെങ്ത്. വെയിനിനെ സ്ട്രെങ്ത് ആക്കിയാൽ തന്നെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബാഡ് അല്ലെങ്കിൽ ചീത്ത ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പോയിട്ട് വീണ്ടും പ്യൂരിഫൈ ചെയ്ത് വരുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അത്രയും വലിയ ജോലി ചെയ്യുന്ന ഒരു വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന സപ്ലിമെന്റ് ആണ് നമ്മുടെ വേരിക്കോസിസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ നമ്മുടെ തന്നെ ചില സപ്ലിമെന്റ്സ് വേറെയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ്. മെഗ്നീഷ്യം എപ്പോൾ എല്ലാവർക്കും അറിയാം, മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു നല്ല മൂഡ് നൽകുന്ന ഒരു കണ്ടന്റ് ആണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ മെഗ്നീഷ്യം ഇതിന്റെ കൂടെ സപ്പോർട്ട് ആയിട്ട് ചില ആളുകൾക്ക് ഗുണകരമായിട്ട് മാറുന്നുണ്ടാവും. ഇപ്പം ഈ പറഞ്ഞ വെരിക്കോസിസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റിന്റെ കൂടെ മെഗ്നീഷ്യം ഗ്ലൈസിനേറ്റ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ, നമ്മുടെ ബ്ലഡിലെ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വിഷാംശങ്ങളും മാലിന്യങ്ങളും ഒക്കെ മാറ്റി പുതിയ ബ്ലഡ് പ്രദാനം ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് ആണ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ ഇന്ന് വെറുതെ നമ്മുടെ ബ്രോഷർ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒന്ന് രണ്ട് കണ്ടന്റ് കൂടി പറയാം. നമ്മുടെ കുർക്കുമിൻ, നമ്മുടെ ഹോളോ കുർക്കുമിൻ വളരെ വളരെ ഗുണകരമാണ്, വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ച് ഈ വെരിക്കോസ് വന്നിട്ട് പൊട്ടിയ ആളുകൾക്ക് ഒക്കെ നമുക്ക് ഫലപ്രദമായിട്ടുള്ളൊരു റിസൾട്ട് നൽകുന്ന ഒരു കണ്ടന്റ് ആണ് നമ്മുടെ കുർക്കുമിൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹോളോ ഹാർട്ട് ഞാനിന്ന് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന അതേ ഡ്യൂട്ടി ചെയ്താൽ തന്നെ വെരിക്കോസ് മാറ്റിയെടുക്കാനും സഹായിക്കും. അപ്പോൾ ഹോളോ ഹാർട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഒരു വലിയൊരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു വലിയൊരു കൂട്ടം തന്നെ നമ്മളെ സഹായിക്കാൻ വെരിക്കോസ് വെയിൻ മാറ്റാൻ നമുക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് നമ്മുടെ വെരിക്കോസിസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സപ്ലിമെന്റ് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ പറയുന്ന ഹാർട്ട് ബ്ലോക്ക് മാറുന്നതിന്റെ കൂടെ, ഹാർട്ട് ബ്ലോക്ക് മാറ്റുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വെരിക്കോസിന്റെ പ്രശ്നവും മാറ്റി കിട്ടാൻ സഹായിക്കുന്നുണ്ടാവും. എനിക്ക് ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് കൂടി പറയാനുണ്ട് ഈ സമയത്ത് വെരിക്കോസ് ആയിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു പ്രോഗ്രാമിൽ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ നാട്ടുകാരനാണ്, ആൾ അബുദാബിയിലാണുള്ളത്. ആൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണിത്, വെരിക്കോസിന്റെ പ്രശ്നം. ആളിങ്ങനെ എന്നോട് പറയാറുണ്ട്, പിന്നെ കിടന്നാൽ ഉറക്കം വരാറില്ല, കാലിങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് നമ്മുടെ സപ്ലിമെന്റ് കൊടുത്തിട്ട് ന്യൂട്രീഷൻ തെറാപ്പി അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയിലും ഒക്കെ ഈ ഒരു മെത്തേഡ് അദ്ദേഹം വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഞാനിത് നൽകിയിട്ട് ഇന്ന് അദ്ദേഹം എനിക്കൊരു ഫീഡ്ബാക്ക് തന്നത് അദ്ദേഹത്തിന് ഇന്ന് ആ പ്രശ്നങ്ങളൊക്കെ കുറവുണ്ട്, നല്ല മാറ്റങ്ങളുണ്ടെന്നാണ്. ഇന്ന് ഈ പ്രോഗ്രാമിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ എയർപോർട്ടിന്റെ അടുത്തായിട്ട് ഒരു ഫാമിലി വന്നത് വെരിക്കോസ് വെയിൻ ആയിട്ടാണ് വന്നത്. വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്നു, അവർക്ക് സപ്ലിമെന്റ് കൊടുത്ത് അവർ പോയി. അപ്പോൾ അവരെ അയച്ച ആൾ എന്നെ കുറച്ച് മാസങ്ങൾ, 1-2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ അടുത്ത് വെരിക്കോസ് വെയിന് വന്ന ഫാമിലിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല, അവർ കുട്ടികളില്ലാണ്ട് കുറേ വർഷം ചികിത്സിച്ചു, ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി, പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്തു, അവസാനം ചികിത്സ നിർത്തി, ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ ചികിത്സ നിർത്തി. നിങ്ങൾ വെരിക്കോസ് വെയിൻ്റെ ചികിത്സ ചെയ്തതിന് ശേഷം, നിങ്ങൾ സപ്ലിമെന്റ് കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന് വൈഫ് ഗർഭിണിയായി എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ബ്ലോക്ക് നീങ്ങുമ്പോൾ ശരീരത്തിന്റെ മൊത്തം ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പോസിറ്റീവ് റിസൾട്ടാണ് ഈ പറഞ്ഞ രണ്ടാമത് ഞാൻ പറഞ്ഞ റിസൾട്ട്. ഇങ്ങനെ കുറേയേറെ റിസൾട്ടുകൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഓർത്തോർത്ത് പറയുമ്പോൾ സമയം കുറെ പോകുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും എല്ലാവർക്കും വെരിക്കോസ് വെയിനുള്ള പ്രശ്നമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കുക, അത് വളരെ പ്രധാനമാണ്.
നമ്മുടെ ഫ്രിഡ്ജ് മോർച്ചറി ആണോ എന്ന് നോക്കുക. ഫ്രിഡ്ജിലെ മോർച്ചറി ഉറപ്പായിട്ട് മാറ്റിയിട്ട് അതിനെ ശരിക്കും ഫ്രിഡ്ജ് തന്നെ ആക്കി മാറ്റുക. പറ്റുമെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കുന്ന രീതി, അതുപോലെ പാചകം ചെയ്ത ഭക്ഷണം വെക്കുന്ന രീതി, ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിയിട്ട് കുമിഞ്ഞ് കൂടുന്ന അവസ്ഥ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കുക. പറ്റുമെങ്കിൽ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം എന്തിനാണോ ആ ഒരു ആൾക്കാർ കണ്ടുപിടിച്ചത്, വെള്ളം തണുപ്പിക്കാൻ അല്ലെങ്കിൽ വല്ലപ്പോഴും ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ, അതിലേക്ക് മാത്രം നമ്മൾ ഫ്രിഡ്ജിനെ മാറ്റുക. ഭക്ഷണം സൂക്ഷിക്കുന്ന പരിപാടി, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന പരിപാടി, മോർച്ചറി ആക്കാനുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുക. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് വെള്ളം കുടിക്കുക. മൂന്നാമത്തെ കാര്യം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പച്ചിലകളും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ധാരാളം ഉൾപ്പെടുത്തുക. നല്ല മീന് നമുക്ക് ശരീരത്തിന് ഗുണകരമാണ്. മത്സ്യം, മാത്രമല്ല മത്സ്യം, ചൂര, അതുപോലെ നത്തോലി എന്നൊക്കെ പറയുന്ന മീനൊക്കെ നമുക്ക് ഗുണകരമാണ്. അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ വെരിക്കോസ് വെയിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ തൽക്കാലം ഈ ഒരു വിഷയം ഒന്ന് ഇവിടെ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you, Rakesh. Thank you very much for your valuable session. തീർച്ചയായിട്ടും ഒത്തിരി അറിവുകൾ നിങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനും നോക്കിയത് ഞങ്ങളുടെ ഫ്രിഡ്ജിലേക്കാണ്. അത് അങ്ങനെ ഒരു ഫ്രിഡ്ജ് നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അതിനെ നമുക്ക് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ എക്സസൈസ്, നമ്മളെല്ലാ ദിവസവും രാവിലെ എയറോബിക് സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എയറോബിക്സ് ചെയ്യുന്നതിനകത്ത് നമ്മളോട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. 10-30 ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടാവും. ഈ എയറോബിക്സിനകത്ത് നമ്മുടെ ട്രെയിനർ രഞ്ജിത്ത് എന്ന ട്രെയിനറാണ്. നല്ല പ്രഗത്ഭനായിട്ടുള്ള ട്രെയിനറാണ്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, അതുകൂടാതെ എയറോബിക്സിലൊക്കെ ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അദ്ദേഹം നമ്മളെ ചെയ്യിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും അദ്ദേഹത്തിൻ്റെ സെഷൻ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. അതിനകത്ത് ഒരു 30 മിനിറ്റ്സ് എങ്കിലും പല രീതിയിലായിട്ട് കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ്. പല കാര്യങ്ങൾക്ക് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഞങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ് ശരിക്കും നമ്മുടെ കാലിലുള്ളത്. അതാണ് ആദ്യം മരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞു കേട്ടു. ഇപ്പോൾ നമ്മൾ എത്രയും ആരോഗ്യത്തോടെ നിലനിർത്താൻ പറ്റുമോ അത്രയധികം നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ നടപ്പ് മാത്രമല്ല, നമ്മുടെ എൻ്റയർ ബോഡിയുടെ സിസ്റ്റംസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. സോ എല്ലാവരും എയറോബിക്സ് ഫ്രീ ആണ്, നിങ്ങൾ ഒരു പൈസ കൊടുക്കണ്ട. വളരെ പ്രഗത്ഭനായ ട്രെയിനറാണ്. വളരെ ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രതിവിധി നേടാൻ പോകുന്ന ഒരു രീതി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്ക് എല്ലാവരുടെയും പ്രശ്നം ഇതാണ്, ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതേസമയത്തുള്ള കാറ് മേടിച്ചാൽ ആ പ്രശ്നമില്ല, ഒരു ബൈക്ക് മേടിച്ചാൽ ആ പ്രശ്നമില്ല. അതിന് നമ്മൾ സർവീസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു കാറ് അതിപ്പോൾ ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ പോളിഷ് 2 വർഷം കഴിയുമ്പോൾ ചെയ്യണം എന്നൊരു മെസ്സേജ് വന്നു. എന്നാൽ ചെയ്തേക്കാം. അപ്പം നമുക്ക് കാറ് പെയിൻറ്റ് പോകരുതല്ലോ. അപ്പോൾ അതേസമയത്ത് അങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ ഒരു വെൽനസ് സെൻറ്ററിൽ നിന്ന് വന്നാൽ അത് പിന്നെ ആവട്ടെ, നമുക്ക് പ്രശ്നമില്ലല്ലോ എന്നൊരു തോന്നലാണ്. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഇതുപോലത്തെ നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും രാകേഷിനെ പോലുള്ള ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെ സെഷൻസ് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് രാകേഷ് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ ചോദിച്ചാൽ മതി. ചെറിയൊരു ഫീസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രീ ലോഞ്ച് ഓഫറിലൊക്കെ ചെറിയ ഒരു പൈസയ്ക്ക് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെരിക്കോസ് വെയിൻ മാത്രമല്ല പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പേഴ്സണൽ ഇത് നമുക്കൊരു കൺസൾട്ടേഷൻ ചെയ്യാം വാട്സാപ്പിലൂടെ. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ കൺസൾട്ടേഷൻ ആണെങ്കിൽ അതിനും പോസിബിളാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ സമയമെടുക്കുന്ന കാര്യമാകുമ്പോൾ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഫീസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളൊരു അസുഖം വന്ന് അല്ലെ ഇതുപോലൊരു സിറ്റുവേഷൻ, അസുഖത്തിനെക്കാളും ഒരു ഡിസോർഡർ, ആ ഡിസോർഡറിനകത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം ചികിത്സിക്കുന്നു. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇന്നിപ്പം നമുക്കറിയാം, നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടക്കുന്ന സമയത്ത് അതിനകത്ത് ആരോ കുറച്ച് പേര് സംശയങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ തന്നെ ചികിത്സിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അസുഖം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രീ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്കത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും വിഷമിക്കേണ്ട. ഏകദേശം 100-ൽ കൂടുതൽ സർട്ടിഫൈഡ് വെൽനസ് കോച്ചുകളെ നമ്മൾ സീറോ ഹോം സർക്കിൾ പുറത്തിറക്കാൻ പോവാണ്. 100-ൽ കൂടുതൽ. അതിനകത്ത് 80ഓളം ആൾക്കാർ മലയാളികളാണ്. ഏകദേശം 30ഓളം ആൾക്കാർ കേരളത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. സോ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഏകദേശം 100-ൽ കൂടുതൽ
100-ൽ കൂടുതൽ വെൽനസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽനസ് കോച്ച്. നിങ്ങളതിൻ്റെ സിലബസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആയുർവേദത്തിനെക്കുറിച്ച് പല അസുഖങ്ങൾ ഏത് കഷായമാണ് എന്ത് കാര്യത്തിന് കൊടുക്കുന്നതെന്നുള്ള ഉൾപ്പെടെ മോഡേൺ ന്യൂട്രീഷനെക്കുറിച്ച് ഇനി ഓരോന്നോരോന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ മാത്രമല്ല, ഒരു പ്രൊഫഷണലായിട്ട് ഒരു നല്ല ഐഡിയ ഉള്ള 100-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പം സീറോ ഹോം സർക്കിളിൻ്റെ ഭാഗമായിട്ട് ഉടനെ തന്നെ ഒരു മാസം കൊണ്ട് തന്നെ പുറത്തിറങ്ങും. അവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള വെൽനസ് കോച്ചാണ്. ഒരു ചെറിയ ഓർഗനൈസേഷൻ അല്ല ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള വളരെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സിലബസാണ് അത് ഫോളോ ചെയ്യുന്നത്. നിങ്ങളത് അത് ചെയ്യുന്ന ആൾക്കാർ അത് ദയവ് ചെയ്തിട്ട് അത് എല്ലാ സെഷനും കഴിയുന്നത്ര അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് തലേദിവസമായിരിക്കും ഒരു ദിവസം കിട്ടുക. അത് പഠിക്കുക. അറ്റൻഡ് ചെയ്തവരും അത് ഫോളോ ചെയ്യുക. വ്യക്തിത്വം കൊണ്ടല്ല, സമൂഹത്തിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. 100 ഹെൽത്തി ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ ബാക്കിൽ കാണുന്ന പോലെ നിങ്ങൾ ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും 100 ഹെൽത്തി ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1,00,000-ൽ കൂടുതൽ വരുമാനം ഉണ്ടാവും. വരുമാനം രണ്ടാമതാണ്. അതിനേക്കാൾ ഒരു നിങ്ങൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ആദ്യത്തെ ഫാമിലി നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നത്തെ ഈ സെഷൻ നമ്മൾ വെരിക്കോസ് വെയിനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് വെരിക്കോസ് വെയിൻ്റെ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കണ്ടു. വെരിക്കോസിസ് എന്നാണ് പേര്. ആക്ച്വലി പ്രോഡക്റ്റ് തിങ്കളാഴ്ച ലോഞ്ച് ചെയ്യുള്ളൂ. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് ലോഞ്ച് ചെയ്യുക. പക്ഷേ നമ്മളൊരു പ്രീ ലോഞ്ച് എന്നുള്ള രീതിയിൽ ഈ കമ്പനി ആദ്യമായിട്ടാണ്, അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, സീറോ ഹോം സയൻസസ് എന്നുള്ള കമ്പനി തുടങ്ങിയിട്ട് 4.5 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഈ കമ്പനി ഈ സീറോ ഹോം സർക്കിൾ പോലത്തെ അതായത് ഒരു മെയിൻ വെബ്സൈറ്റിലാണ് എല്ലാ പ്രോഡക്റ്റും ആദ്യം ലോഞ്ച് ചെയ്യുക. അവർക്കൊരു ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒത്തിരി ഇ കോമേഴ്സ് സൈറ്റുകളിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷേ എങ്ങും ഇപ്പോൾ അവൈലബിൾ അല്ല. ആദ്യമായിട്ടാണ് അവർ സീറോ ഹോം സർക്കിളിൽ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അതും 899 രൂപയ്ക്കാണ്. അതിനകത്ത് 5% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് വളരെ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 899 ആയിരിക്കില്ല വെബ്സൈറ്റ് പ്രൈസ്. അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ MRP 1499 ആണ്. 1,500 രൂപയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു നമ്മുടെ ഈ ബിസിനസ്സിനെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഈ ഒരു ഹോളിസ്റ്റിക് വെൽനെസ്സിനെ ഈ കമ്പനി എന്തുമാത്രം കാണുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതും തീർന്നില്ല. ഒരു പ്രീ ലോഞ്ച് ഓഫർ എന്നുള്ളത് ഇന്നും നാളെയും കൂടെ, ഇന്നലെ തുടങ്ങി 3 ദിവസത്തേക്ക് മാത്രമായിട്ട് ഈ കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് 2 എണ്ണം വാങ്ങുമ്പോൾ 1 എണ്ണം ഫ്രീ. ഇത് 3 മാസത്തെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. സോ 2 എണ്ണം വാങ്ങുമ്പോൾ 2 മാസത്തേക്കുള്ള പൈസ നിങ്ങൾ കൊടുത്താൽ മതി. 1 എണ്ണം കമ്പനി നിങ്ങൾക്ക് 1 മാസത്തെ കാര്യം കമ്പനി നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് വെരിക്കോസ് വെയിനുള്ള ഒരു ഫാമിലി എങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആൾക്കാരുണ്ടാവും. എന്തായാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഏകദേശം 60ഓളം ആൾക്കാർ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പലരും ഇത് ഓർഡർ ചെയ്തു. നാളെ വൈകുന്നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. 1-ാം തീയതി രാവിലെ പ്ലീസ് ദയവ് ചെയ്ത് ചോദിക്കരുത്. ഈ ഓഫർ ഉണ്ടാവില്ല. 1-ാം തീയതി ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ, നമ്മുടെ സീറോ ഹോം വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ പ്രൈസും ആകാൻ വഴിയില്ല. ചിലപ്പോൾ അറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. എന്നാലും ഒരു പക്ഷേ ഒരു 100 രൂപയെങ്കിലും കൂടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നമുക്കിത് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്. നിങ്ങൾക്കത് വാങ്ങാൻ സാധിക്കും. മറ്റൊരു ഓഫറിൻ്റെ കൂടെ ഇത് കിട്ടില്ല. ഈ ഓഫർ വേറൊരു ഓഫറിൻ്റെ കൂടെ ഒന്നും കിട്ടില്ല. കാരണം ഇത് തന്നെ ഒരു നല്ല ഓഫറാണ്. നിങ്ങൾക്കറിയാം, 899 മൈനസ് 5%, അല്ലെങ്കിൽ 1,700 സംതിങ് ആണ് രൂപ വരുന്നുള്ളൂ. 899 മൈനസ് 5% ആണ്. അപ്പോൾ അതിൽ അത്രയും കിട്ടും. പിന്നെ 2 എണ്ണത്തിന് ഒരെണ്ണം ഫ്രീ കിട്ടും. അതായത് ഏകദേശം 1,700 രൂപയ്ക്ക് 3 മാസത്തേക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് നിങ്ങളിതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നാളെ വൈകുന്നേരം രാത്രി 12 മണി കഴിഞ്ഞാൽ ഈ ഓഫർ ഉണ്ടാവില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണം. പല ആൾക്കാരും നമ്മൾ ഈ 1-ാം തീയതി രാവിലെ സാർ ഒരു ദിവസത്തേക്ക് കിട്ടുമെന്ന് ചോദിക്കണം. കാരണം ഇത് തന്നെ എങ്ങനെയാണ് കമ്പനി ചെയ്തതെന്നുള്ളതിന് കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള ഒത്തിരി ധാരണയുണ്ട്. പക്ഷേ ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം ഒരു പ്രോഡക്റ്റ് ലോകത്ത് ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്ന ദിവസം ഓഫറൊന്നും കൊടുക്കാറില്ല. കാരണം ലോഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ അതിനൊരു ഒരു ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലേ? അത് മനസ്സിലാക്കുക. ആരോ ചോദിച്ചു 5K ആയാൽ കുർക്കുമിൻ ഇല്ല. ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് 5,000 രൂപയുടെ ബിസിനസ് ചെയ്താൽ കുർക്കുമിൻ കിട്ടില്ല. 5,000 നിങ്ങളിത് ചെയ്യുമ്പോൾ കുർക്കുമിൻ ഉള്ളത് വേറെ, ഇതുള്ളത് വേറെയും ചെയ്യണം. കാരണം ഇതിനകത്ത് ഓൾറെഡി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1,700 രൂപയ്ക്ക് 3 പ്രൊഡക്റ്റ് എന്തുമാത്രം ഓഫർ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. കുർക്കുമിൻ്റെ ഇരട്ടി ഓഫർ ഇതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ കുർക്കുമിൻ കൂടെ ചേർത്ത് തരാനായിട്ട് കമ്പനിയോട് നമുക്ക് ചോദിക്കാൻ, അത് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ 5,000 രൂപയ്ക്കുള്ള ഓഫർ വേറെയാണ്. ഇത് മറ്റൊരു ഓഫറിൻ്റെ കൂടെ ഇത് കിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം, പല ഹെൽത്ത് കോച്ചസും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ഫ്രഷ് പ്രോഡക്റ്റാണ്. ഇതിന് എന്തായാലും 2 വർഷത്തെ എക്സ്പയറി കൂടുതലുണ്ടാവും. നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ എല്ലാവരും മാക്സിമം ഇത് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. നമ്മുടെ സീറോ ഹോം സർക്കിളിൻ്റെ വെബ്സൈറ്റിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സോ എന്തായാലും വളരെയധികം നല്ലൊരു സമയമാണ്. ഈ ഓണക്കാലത്ത് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ ആലപ്പുഴ കോൺടെസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് 31-ാം തീയതി അതിൻ്റെ ഇത് തീരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും അതിന് മാക്സിമം
ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ എത്തിക്കുക. എല്ലാവർക്കും നമുക്ക് പ്രീ ലോഞ്ച് സെഷനിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ കമ്പനിയുടെ ഡയറക്ടറൊക്കെ വരുന്നുണ്ടാവും. നല്ലൊരു ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടാവും. സോ ഒന്നുകൂടെ മനസ്സിലാക്കാം, ഇത് നമ്മൾ ഒരു ടോട്ടൽ വെൽനസ് പ്രൊജക്റ്റാണ്. വി ഓൾസോ സെൽ പ്രൊഡക്റ്റ്, ബട്ട് വി ആർ ഇൻ ടു വെൽനസ്. നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ രാകേഷ് മാധവന് നിങ്ങൾക്ക് ഇതുപോലത്തെ സെഷൻസൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നമ്മളുണ്ട്. നാളെ വൈകിട്ട് 8 മണിക്ക് ഒരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ഉണ്ടാകട്ടെ. എല്ലാവരും നമ്മുടെ ഈ ഹെൽത്ത് വെൽനസ് സെഗ്മെൻറ്റ് ഇന്ത്യയിൽ 2030 ആകുമ്പോൾ, പ്രത്യേകിച്ചും വെൽനസ് സെഗ്മെൻറ്റ് 1,00,000 കോടിയുടെ ടേൺ ഓവറുള്ള ഒരു വലിയ സെഗ്മെൻറ്റായിട്ട് മാറും. ആ 1,00,000 കോടിക്കകത്ത് നമ്മൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് എന്തുമാത്രം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2 വർഷം കൊണ്ട് 1 മില്യൺ ആൾക്കാർ, 10 ലക്ഷം ആൾക്കാർ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇറ്റ്സ് പോസിബിൾ. സോ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ അറ്റൻഡൻസ്. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ പ്രയോജനം ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും സീറോ ആം സർക്കിളിൻ്റെ പേരിലും ഈ സെഷൻ ചെയ്ത രാകേഷിന് ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാളെ വൈകിട്ട് മറ്റൊരു സെഷൻ നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.